കലോത്സവ വേദികളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതിന് തൃശൂർ സിറ്റി പോലീസിന്റെ ഉത്തരമാണ് നിർഭയ. അതൊരാളല്ല, ഒരു കൂട്ടമാണ്. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 64ാമത് സ്കൂൾ കലോത്സവ വേദികളിലെല്ലാം സ്ത്രീ സുരക്ഷ അത്രത്തോളം നിലനിർത്താനായി സഹായിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് നിർഭയ കൂട്ടമാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേച്ചി, എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഈ കലോത്സവത്തിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഭംഗിയായി നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ്. വളരെ സൈലൻ്റായി ഞങ്ങളെല്ലാവർക്കും സേവനം കിട്ടുന്ന തരത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആശയം ആരാണ് ഇത് മുന്നോട്ട് വെച്ചത്? നിങ്ങൾ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഭാഗമാണ്. ആരാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്? ഇത് എപ്പോഴാണ് ഈ ഒരു ആശയം പിറവി കൊണ്ടത്? ഈ വർഷമാണോ ഈ ആശയത്തിൻ്റെ പിറവി? അല്ലല്ല, ഞങ്ങൾ മുന്നത്തെ തൃശ്ശൂർ കലോത്സവത്തിലും ഞങ്ങളുണ്ടായിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി അന്ന് സിന്ധു മാഡമായിരുന്നു, PV സിന്ധു മാഡം ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയില്ല. അപ്പോൾ ആ മാഡത്തിന് നല്ലൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ കുറച്ച് പേരുടെ ഇങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. മാഡം ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് താല്പര്യപ്പെട്ടതിന് ശേഷമാണ് അന്നത്തെ ഡ്യൂട്ടിയിൽ എടുത്തു. ആ താല്പര്യം പിന്നെ വന്ന മാഡം ഷിജി മാഡമാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ മാഡം. അത് എല്ലാവരോടും അറിയിച്ച് സമ്മതം മേടിച്ച് ശ്രീപ്രിയ മാഡം ഇവരൊക്കെ കൂടെ ഞങ്ങളെ അങ്ങനെ ഇപ്രാവശ്യത്തെ ഡ്യൂട്ടിയിലേക്ക് ഇട്ടു. ഞങ്ങൾ ഇറങ്ങിയ തൃശ്ശൂർ പൂരം അതുമാതിരി കലോത്സവം ഞങ്ങൾ ഇറങ്ങിയ എല്ലാ ഡ്യൂട്ടികളിലും അതിഭംഗിയായിട്ട് ഞങ്ങൾ എല്ലാ സഹായവും എല്ലാ ഞങ്ങളുടെ സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതിൻ്റെ ആ താല്പര്യമാണല്ലോ ഇപ്പോൾ ഇന്നത്തെ വർഷവും ഞങ്ങളെ ഒരു വേദിയിലേക്ക് ഇങ്ങനെ ഇറക്കി സഹായം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പം എത്ര പേരുണ്ട്? എല്ലാ 25 വേദികളുണ്ട്. എത്ര പേരുണ്ട് ടോട്ടൽ? നിങ്ങൾ മൊത്തം 23 ആൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അപ്പം ഓരോ വേദികളിലും അവരുടേതായിട്ടുള്ള ജോലികളിലായിട്ട് അവർ വ്യാപൃതരാണല്ലോ. അതെ അതെ അതെ. അപ്പം എങ്ങനെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കലോത്സവം മികച്ച രീതിയിൽ മുന്നോട്ട് പോയി, അപ്പീലുകളൊന്നും ഇല്ലാതാണ് മുന്നോട്ട് പോയത്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു നിമിഷം ഈ കലോത്സവ ദിനങ്ങളിൽ ഉണ്ടായോ? ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത് ചവിട്ട് നാടകം മറ്റേ ടൗൺ ഹാളിൽ. അതിൽ മക്കൾ കളിക്കുമ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ്. പക്ഷേ ആ കളി അങ്ങോട്ട് അവസാനിക്കുമ്പോഴേക്കും അവർ തളർന്ന് വീഴുകയാണ്, അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട്. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഞങ്ങൾ ഹെൽത്ത്, ഫയർഫോഴ്സ് വിഭാഗം ഇവരൊക്കെ കൂടി ഞങ്ങൾ താങ്ങി അവരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ചിലരെ ആംബുലൻസിൽ അപ്പം തന്നെ കൊണ്ടുപോകണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണു. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര അത്രയും ഞങ്ങൾ ഈ താഴെ തട്ടിൽ കിടക്കുന്ന സ്ത്രീകൾ ഞങ്ങളെ പോലീസ് സർവീസ് തന്നെ ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന് അതൊക്കെ ഞങ്ങൾക്ക് അത്രയും എന്താ പറയുക, അത്രയും ഇൻസ്പിറേഷനോട് കൂടിയിട്ട് ഞങ്ങൾ അതൊക്കെ ഏറ്റെടുക്കണു, ഞങ്ങൾ ചെയ്യണു. ഇനിയും അവസരങ്ങൾ കിട്ടിയാൽ ഇതുപോലെ ഭംഗിയായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഇനിയും വരും കൊല്ലങ്ങളിൽ, വരും കലോത്സവങ്ങളിൽ ഇതേപോലെ വലിയ വലിയ ഇവൻറ്റുകളിലൊക്കെ ഈ 23 എന്നുള്ളത് അതിനിയും വലുതാവും അല്ലേ എന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് ഡ്യൂട്ടി ഞങ്ങളെ ഏൽപ്പിച്ചു അത് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരം ഡ്യൂട്ടി ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയൊരു തൃശ്ശൂർ പൂരം വരുന്നുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ഈ 23 എന്നുള്ളത് ഇരട്ടിയാവും അല്ലേ? ഞങ്ങൾ ഇപ്പോൾ പക്ഷേ 23 പേരിനെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അത് ഇനി അവർ എണ്ണം കൂട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ 23 ആളും പക്കയായിട്ട് വർക്ക് ചെയ്യും. അപ്പം 10 വർഷമായിട്ട് ഞങ്ങൾ നിർഭയ വാളണ്ടിയേഴ്സാണ്. അതേ ഡൽഹിയിൽ ഒരു നിർഭയ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, പീഡനത്തിനിടെ. അതിൻ്റെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ നിർഭയ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത് തന്നെ. ഞങ്ങൾ അങ്ങനെ ഇവിടെ തന്നെ എന്തോരം സ്ത്രീകൾ വന്നിട്ട് ബാത്റൂം ഇതെല്ലാം അന്വേഷിക്കുമ്പോൾ ഞങ്ങളത് കണ്ടുപിടിക്കും. അപ്പോൾ ആ ബാത്റൂമിന് വാതിലില്ലേ ഹൂക്കില്ല. അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു കയർ സംഘടിപ്പിച്ച് താൽക്കാലികമായിട്ട് അത് നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തു. അല്ലെങ്കിൽ അപ്പോൾ വാഷ്റൂം ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ആ ഒരു ഉപയോഗം നമ്മുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവർ നമ്മൾ തൊഴിലിടും. അതുപോലെ പിന്നെ വെള്ളം കഴിയുന്നു അപ്പം തന്നെ നമ്മൾ സ്പോട്ടിൽ അതിൻ്റെ പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ച് അത് അപ്പം തന്നെ നമ്മൾ എത്തിച്ചു കൊടുത്തത്. നമ്മൾ ഈ ഡ്യൂട്ടി സർവീസിൻ്റെ ഭാഗമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്ത് സന്തോഷമായിട്ടായിരിക്കുന്നത്. അതാണ് നിർഭയക്കൂട്ടം. ഉറക്കമില്ലാതെ, ഊണില്ലാതെ, പക്ഷേ ഇവർ ഊണ് കഴിക്കുന്നുണ്ട്. അതൊക്കെ ആ ഊണ് കഴിക്കുന്ന സമയത്ത് പോലും അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിർഭയക്കൂട്ടം 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രവർത്തന സജ്ജമാണ്.